Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാരലൽ ലൈൻസ് എന്താന്ന് പറഞ്ഞു. ആംഗിൾസ് മെയ്ഡ് ബൈ എ ട്രാൻസ്വേഴ്സൽ പറഞ്ഞു. ആംഗിൾസ് ഫോംഡ് വെൻ എ ട്രാൻസ്വേഴ്സൽ കട്ട്സ് ടു പാരലൽ ലൈൻസ്. രണ്ട് പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? Angles of each pair of corresponding angles are equal. Corresponding angles equal ആയിരിക്കും. പിന്നെ alternate interior anglesഉം equal ആയിരിക്കും. പിന്നെ the sum of each pair of interior angles on the same side of the transversal is 180 degree. Transversalന്റെ സെയിം സൈഡിൽ വരുന്ന ഇന്റീരിയർ ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. ഇത് മൂന്നെണ്ണമാണ് പാരലൽ ലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോണ്ടാവുന്ന ആംഗിൾസിന്റെ പ്രത്യേകത. കുറെ പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. പേജ് നമ്പർ 118. In figure 9.5, A parallel to B and T is the transversal. രണ്ട് പാരലൽ ലൈൻസും കൊടുത്തിട്ടുണ്ട്, ഒരു ട്രാൻസ്വേഴ്സലും കൊടുത്തിട്ടുണ്ട്. If cone 1 equal to 180 degree, then find the measure of all the other angles marked in the figure. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് പാരലൽ ലൈൻസിന് വരുന്നത്. എന്താ ക്വസ്റ്റ്യൻ? രണ്ട് പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്, എയും ബിയും, ഒരു ട്രാൻസ്വേഴ്സലും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വൺ ലൈൻ എ, ഇത് ബി, ഇത് ട്രാൻസ്വേഴ്സൽ ടി. ഇനി ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 ആംഗിൾസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താ കൊടുത്തിരിക്കുന്നത്? ഏത് ആംഗിൾ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട്? ആംഗിൾ 1 ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ 1 ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ആംഗിൾ 1 50 ഡിഗ്രി ആണെങ്കിൽ വേറെ ഏത് ആംഗിളും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ആംഗിൾ 1ന് ഇക്വലന്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഏതാ വരാ? ഏതാ വരാ? ആംഗിൾ 5. ആംഗിൾ 5 is also 50 degree. Angle 5 is also 50 degree. ഇനി ആംഗിൾ 1ഉം ആംഗിൾ 2ഉം വെച്ച് നോക്കിയാൽ, ആംഗിൾ 1ഉം ആംഗിൾ 2ഉം നോക്കിയാൽ രണ്ടിന്റെയും സം എത്രയായിരിക്കും? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എത്രയായിരിക്കും സം? ആംഗിൾ 1ന്റെയും ആംഗിൾ 2ന്റെയും ഇതൊരു സ്ട്രേറ്റ് ലൈനിൽ വരുന്ന രണ്ട് ആംഗിൾസ് ആണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും സം ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ 1 എത്രയെന്ന് തന്നിട്ടുണ്ട്? 50 പ്ലസ് ആംഗിൾ 2 ഇസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 2 എത്രയായിരിക്കും? ആംഗിൾ 2 ഇസ് ഈക്വൽ ടു 180
minus 50 equal to 130 degree. Angle 2 130 degree ആയിരിക്കും. Angle 2 130 degree ആണെങ്കിൽ angle 6 ഉം 130 degree ആയിരിക്കും. Angle 6 is equal to 130 degree. Okay. ഇനി ആംഗിൾ 150 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 4 എത്രയായിരിക്കും? ആംഗിൾ 1ഉം പ്ലസ് ആംഗിൾ 4ഉം ഇസ് ഈക്വൽ ടു ആംഗിൾ 4ഉം ആംഗിൾ 1ഉം അല്ലെങ്കിൽ alternate interior angles equal ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. alternate interior angles equal ആണെങ്കിൽ ഏതൊക്കെ alternate interior angles? 130ഉം 6ഉം 4ഉം അല്ലേ? 6ഉം 4ഉം ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ആംഗിൾ 6 is equal to ആംഗിൾ 4. alternate interior angles ആയതുകൊണ്ട് ആംഗിൾ 6ഉം ആംഗിൾ 4ഉം ഈക്വൽ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ 4 എത്രയായിരിക്കും? ആംഗിൾ 4 ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി. ആംഗിൾ 4 ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി. ഇനി ആംഗിൾ 4 130 ആണെങ്കിൽ ആംഗിൾ 8ഉം 130 ആയിരിക്കും. ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 8, that is equal to 130 ഡിഗ്രി. ആംഗിൾ 8 130 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 7 എത്രയായിരിക്കും? ആംഗിൾ 8 plus angle 7 is angle 8 plus angle 7 is equal to 180. അതുകൊണ്ട് angle 7 is equal to 180 minus ആംഗിൾ 8ന്റെ മെഷർമെന്റ് 130. 180 minus 130, that is equal to 50. ആംഗിൾ 7 50 ഡിഗ്രി ആണെങ്കിൽ നമുക്കിനി ഏതൊക്കെയാ കണ്ടുപിടിക്കണ്ടേ? ആംഗിൾ 1 കിട്ടി, ആംഗിൾ 2 കിട്ടി, ആംഗിൾ 3 കിട്ടിയില്ല. ആംഗിൾ 7 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 3ഉം 50 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ 7 ഈസ് ഈക്വൽ ടു ആംഗിൾ 3. സോ ആംഗിൾ 3 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഏതൊക്കെയായി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ? ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6, ആംഗിൾ 7, ആംഗിൾ 8. 8 ആംഗിൾസും കണ്ടുപിടിച്ചു. ഏതൊക്കെയായിരുന്നു 8 ആംഗിൾസിന്റെ മെഷർമെന്റ്? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു 50, ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 130, ആംഗിൾ 3 ഈസ് ഈക്വൽ ടു 50, angle 4 is equal to 130, angle 5 is equal to 50,
angle 6 is equal to 130. Angle 7 is equal to 50. Angle 8 is equal to angle 8 is equal to 130. ഇത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇത് ചെയ്തത് മനസ്സിലായോ? മനസ്സിലായോ? നമുക്ക് രണ്ട് പാരലൽ ലൈൻസിന്റെ ഒരു ആംഗിളിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് ഈ ആംഗിളിന്റെ കണക്ഷൻ, ആംഗിളിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിത്തരാം. വെയിറ്റ്, ഇതേപോലെ രണ്ട് പാരലൽ ലൈൻസ്, ഒരു ട്രാൻസ്വേഴ്സൽ, ആംഗിൾ 1, ടു, 3, 4, 5, 6. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തോ. 7, 8. 8 ആംഗിൾസ് ഉണ്ട്. ഇതില് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 1 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 ഈസ് ഈക്വൽ ടു, ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ ഈ ആംഗിൾസിന്റെ എല്ലാം മെഷർമെന്റ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച പോലെ. Angle 4 is equal to angle 5 is equal to angle 6 is equal to angle 7 is equal to and angle 8 is equal to. ഇത്രയൊന്ന് കണ്ടുപിടിച്ചേ. ആംഗിൾ 1 60 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. ഓക്കെ, ഇതിന്റെയൊക്കെ ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം. ആംഗിൾ 2 120, ആംഗിൾ 3 60, ആംഗിൾ 4 120, angle 5 60, angle 6 120, angle 7 60, angle 8 120. ആണോ? ഇങ്ങനെ തന്നെയാണോ കിട്ടിയേ? ഇത് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. ആദ്യം ഈ ഒരു പെയർ മാത്രം നോക്കുക. നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ 1 ആണ്. 1ഉം 2ഉം പെയർ നോക്കുക. ഒരു സ്ട്രേറ്റ് ലൈനിന്റെ മേലെ വരുന്ന രണ്ട് ആംഗിൾസ്. ഓക്കെ, വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. സ്ട്രേറ്റ് ലൈനിന്റെ മേലെ വരുന്ന രണ്ട് ആംഗിൾസ് 1 ആൻഡ് 2. 160 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് ടോട്ടൽ 180 ആയിരിക്കും. അപ്പൊ 2 എന്തായാലും 120 ആയിരിക്കും. 180 മൈനസ് 60 120 ആയിരിക്കും. ഇനി 2ഉം 3ഉം, ഇത് ഈ ഒരു ലൈനിന്റെ മേലെ വരുന്ന രണ്ട് ആംഗിൾസ് 2 ആൻഡ് 3. ഇത് 120 ആണെങ്കിൽ കോൺ 3 60 ആയിരിക്കും. 2ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. ഇനി 3 ആൻഡ് 4,
3 and 4 എന്ന് പറയുമ്പോൾ 3ഉം 4ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 120 കിട്ടണം. അപ്പൊ 360 ആണെങ്കിൽ 180 കിട്ടണം. 360 ആണെങ്കിൽ 4 എന്തായാലും 120 ആയിരിക്കും. ഇനി ഇവിടെ വരുന്നതെല്ലാം ഈ ആംഗിൾസിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ആംഗിൾ 5 1ന്റെ കറസ്പോണ്ടിങ് ആംഗിൾ. കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോ ആംഗിൾ 1ന്റെ മെഷർമെന്റ് ആയിരിക്കും ആംഗിൾ 5ന് വരുന്നത്. അപ്പോൾ 5 is equal to 60. അതുപോലെ ആംഗിൾ 2ന്റെ മെഷർമെന്റ് ആയിരിക്കും 6ന് വരുന്നത്. ആംഗിൾ 6 is equal to 120. 3ന്റെ മെഷർമെന്റ് ആയിരിക്കും 7ന് വരുന്നത്. ഇതെല്ലാം കറസ്പോണ്ടിങ് ആംഗിൾസ് വരിക. 3ന്റെ മെഷർമെന്റ് ആയിരിക്കും 7ന് വരിക. 7 is equal to 60. Then 4ന്റെ മെഷർമെന്റ് ആയിരിക്കും 8ന് വരിക. അപ്പോൾ 4ന്റെ മെഷർമെന്റ് 120. ആംഗിൾ 8 is equal to 120. ഇത്രേ പണിയുള്ളൂ ഇത് ചെയ്യാൻ. ഓക്കെ മിസ് അപ്പൊ ആദ്യത്തെ ആംഗിൾ 1ന്റെ എത്ര ഇത് തരുമോ? ഏതെങ്കിലും ഒരു ആംഗിളിന്റെ മെഷർമെന്റ് എന്തായാലും തന്നിട്ടുണ്ടാവും. എന്തായാലും ഒരു ആംഗിൾ മെഷർമെന്റ് തരും. എന്നിട്ടേ ബാക്കി കണ്ടുപിടിക്കാൻ പറയുള്ളൂ. ഓക്കെ, then exercise 9 ഒന്ന് എടുത്തേ. exercise 9 അതില് പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അല്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ find the values of cone 6 and cone 7. Given that M parallel to N and cone 1 is equal to 15 degree. Cone 1 15 degree ആണെങ്കിൽ cone 6ന്റെയും 7ന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ചെയ്യാൻ പറ്റുമോ ഹോംവർക്ക് ആയിട്ട്?